ഹായ് ഹലോ, ഇന്നൊരു അപ്ഡേഷൻ വീഡിയോ ആയതുകൊണ്ട് വെൽക്കം ടു ദാറ്റ്. എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ദാറ്റ് നമ്മളുടെ 60 ഡേയ്സിൻ്റെ കേരള സെറ്റ് എക്സാമിൻ്റെ ചലഞ്ച് 15 ദിവസം കംപ്ലീറ്റ് ചെയ്തു. 15 ഡേയ്സ് ആർ ഓവർ. അപ്പോൾ 15 ഡേയ്സ് നമ്മൾ പഠിച്ച കണ്ടൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് പോലെ നടത്താം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ സെഡ് യെസ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെറ്റ് ടെസ്റ്റ് നടത്താൻ വേണ്ടി പോവാണ് നമ്മൾ. സെറ്റ് എക്സാമിൻ്റെ ഒരു ടെസ്റ്റ് മാതിരി. അതിനകത്ത് റൂൾസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്? 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 30 ക്വസ്റ്റ്യൻ ഓരോന്നും അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് സമയം ഉണ്ടായിരിക്കും. 1 മിനിറ്റ് സമയം നിങ്ങൾക്ക് ടൈമറിൽ കാണാൻ പറ്റും. ആ 1 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള നോട്ടിലോ വാട്ട് എവർ തിങ് നിങ്ങൾ അതിന് ആൻസർ അറ്റംപ്റ്റ് ചെയ്യാം. ആൻഡ് ഈ 30 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറ്റ് ദ എൻഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടും. ആൻഡ് ലേറ്റർ ഓൺ നിങ്ങളുടെ ആൻസേഴ്സും തന്നിരിക്കുന്ന വീഡിയോയിലെ ആൻസറുമായിട്ട് ഒത്തു നോക്കുക. ഹൗ മച്ച് ഡിഡ് യു ഗെറ്റ് കറക്റ്റ് എന്നുള്ളതിൻ്റെ എണ്ണം കണ്ടെത്തുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് വാട്ട് വി ഹാവ് ടു ഡു. ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റി, 30 ഔട്ട് ഓഫ് എത്ര കിട്ടി, നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ സൺഡേ 18th of May ഈ എക്സാം നടത്താം അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താമെന്ന് വിചാരിക്കുന്നു. വേറൊരു സമയത്ത് നടത്തുന്നത് അത്ര ഉചിതമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്ര നാളുകളായിട്ട് നമ്മളുടെ വീഡിയോസ് എല്ലാവരും ഒരു 6 മണി സമയത്താണ് കാണുന്നത്, ഈവനിങ് 6 മണിക്ക്. സോ അതുകൊണ്ട് തന്നെ 6 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ടെസ്റ്റിൻ്റെ വീഡിയോയും അപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പ്രീമിയറിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 മണിക്ക് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക, ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം സ്കോറ് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ആൻഡ് യൂഷ്വലി നമ്മൾക്ക് സെറ്റിലുള്ളതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിങ്സ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ 15 ദിവസം പഠിച്ചിട്ടുള്ള പല ടോപ്പിക്സും ഉണ്ട്. ലൈക്ക് ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് എല്ലാത്തിൽ നിന്നുള്ള ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 30 ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും സൺഡേ ഈവനിങ് 6 മണിക്ക് 18th of May സൺഡേ ഈവനിങ് 6 മണിക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചാനലിൽ എത്തിച്ചേരുക, ജോയിൻ ചെയ്യുക, ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക ആൻഡ് പ്രോഗ്രസ് അറിയിക്കുക. ഓക്കെ, ആൻഡ് നെവർ തിങ്ക് ദാറ്റ് നിങ്ങൾക്കിതൊരു ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റിൽ മാർക്ക് കുറഞ്ഞു പോയി, നിങ്ങളുടെ റിവിഷൻസ് ഒന്നും പ്രോപ്പറായിട്ടില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഫ്രൈഡേ സാറ്റർഡേ ആകുമ്പോഴത്തേക്കുമാണ്. അപ്പോൾ നിങ്ങളുടെ റിവിഷൻ പ്രോപ്പറായിട്ടില്ല, സോ അതുകൊണ്ട് എനിക്ക് അത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഡോണ്ട് ബി നെഗറ്റീവ്, ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ. നമ്മൾക്ക് മോക്ക് ടെസ്റ്റ് മാതിരി നിങ്ങൾ വിചാരിച്ചാൽ മതി. അല്ലാതെ നിങ്ങളുടെ ഒരു എഫിഷ്യൻസി എത്രയാണ്, നിങ്ങളുടെ എഫേർട്ട് എത്രയാണെന്നുള്ളതൊന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഗീവ് ഇറ്റ് എ മോക്ക് ട്രൈ. അങ്ങനെയുള്ളൊരു രീതിയിൽ ചെയ്യുക. ആൻഡ് ഇപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലുമൊക്കെ മാർക്കൊക്കെ കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ഉറപ്പോടുകൂടി അല്ലെങ്കിൽ ഒരു മനസ്സിലുള്ളൊരു വിചാരത്തോടു കൂടിയിട്ട് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും സൺഡേ പാക്കലാം. ഓക്കെ, യാ ബൈ.